ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറിയയിലെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായിട്ടുള്ള എക്സുമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതുവരെ ട്രെയിൻ ടു ബുസാൻ ആയിരുന്നു ഇത്രയും കളക്ഷൻ നേടിയ കൊറിയൻ സിനിമ. ഇപ്പോൾ അതിനെ മറികടന്നാണ് ഈ സിനിമ ഫസ്റ്റ് എത്തിയത്. ഏകദേശം 700 കോടിയിലധികം കളക്ഷനൊക്കെയാണ് സിനിമ നേടിയെടുത്തത്. ഇതൊരു 2 ആഴ്ച മുൻപ് തിയേറ്ററിൽ റിലീസായിരുന്നു. ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആണ്. സോ ഈ സിനിമയുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. എക്സുമ ഒരു ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു കൊറിയൻ മൂവിയാണ് എക്സുമ. ഇത്രയും കളക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടു നോക്കിയത്. ആൻഡ് പേഴ്സണലി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ഹൊറർ ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ടിപ്പിക്കൽ ക്ലീഷേ ഹൊറർ മൂവിയിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണിത്. സിനിമയുടെ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്രേവ് ഡിഗേഴ്സിനെ ബേസ് ചെയ്താണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ഒരു കൊറിയൻ ഇംഗ്ലീഷ് ഫാമിലിയിലെ തലമുറകളായി വിടാതെ പിന്തുടരുന്ന ഒരു ശാപമുണ്ട്. അതിപ്പോൾ ആ ഫാമിലിയിലെ ജനിച്ചു വീണ ഒരു കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഈ ഫാമിലിയിലെ ആത്മശാന്തി കിട്ടാതെ മരിച്ച ഒരു ആൻസിസ്റ്ററിൻ്റെ ശവക്കല്ലറ മാറ്റി സ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഫാമിലി ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്രേവ് ഡിഗേഴ്സിനെ വിളിക്കുന്നു. ആൻഡ് തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട്. അടിപൊളിയായിട്ട് തന്നെ അവർ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് പോയിന്റ് കഴിയുമ്പോൾ സിനിമ എൻറ്റയർലി വേറൊരു ലെവലിലേക്ക് പോകും. ബട്ട് അവിടം വരെ എത്താനാണ് പ്രശ്നം. അതായത് ഇതൊരു സ്ലോ ബേണറാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ പോയിന്റ് കുറച്ച് കടിച്ചു പിടിച്ച് കാണണം. സിനിമ തുടങ്ങി കുറച്ച് നേരമായിട്ട് എന്നെ എക്സൈറ്റിംഗ് ആക്കുന്ന ഒന്നും തന്നെ സിനിമയിലില്ലായിരുന്നു. പക്ഷെ ഒരു 10-40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു സീക്വൻസിലാണ് ഞാൻ സിനിമയിൽ ഹുക്കായത്. പിന്നെ അങ്ങോട്ട് പടം വേറൊരു റേഞ്ചിലാണ് പോയത്. ആൻഡ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവലാവുന്നുണ്ട് പടം. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിയാണ് വരുന്നത്. ആദ്യമേ കുറച്ച് സ്ലോ ആയി തുടങ്ങി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കയറി ഒരു മിഡ് പോർഷൻ ആകുമ്പോഴേക്കും കിഡിലനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യൽ ഫേസ് കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ കാണേണ്ടി വരും. ആൻഡ് സിനിമയുടെ മേക്കിംഗ് ഭയങ്കരധികം യുണീക്കാണ്. ഞാൻ പറഞ്ഞ പോലെ ടിപ്പിക്കൽ ഹൊറർ ത്രില്ലർ ടെംപ്ലേറ്റിലല്ല സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അന്യായമായിട്ട് പേടിച്ച് വരയ്ക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ഹൊറർ സിനിമയാണെന്ന് വിചാരിച്ച് ഇത് കാണരുത്. ഇതൊരു വെയിലിംഗ് ഒക്കെ പോലെയുള്ളൊരു മൂഡ് പിടിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജമ്പ് സ്കെയർസ് ഒന്നും തന്നെ സിനിമയിലില്ല. നിങ്ങളിങ്ങനെ ഞെട്ടി വരയ്ക്കാനുള്ള പരിപാടികളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ഹൊറർ മൂഡ് കറക്റ്റ് പിടിച്ചാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ രാത്രി ഒറ്റയ്ക്ക് ഹെഡ്സെറ്റ് വെച്ച് കണ്ടാൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. ആൻഡ് സിനിമയുടെ ടെക്നിക്കൽ സൈഡ്സൊക്കെ കിടിലനാണ്. സിനിമാറ്റോഗ്രഫി ആയാലും മ്യൂസിക് ആയാലും എല്ലാം ടോപ്പ് ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൊറർ മൂഡിലേക്ക് ഓഡിയൻസിനെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് മ്യൂസിക്കിനാണുള്ളത്. ആൻഡ് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ സിനിമയിൽ. അനാവശ്യമായിട്ട് ക്യാരക്ടേഴ്സിനെ കുത്തിയറച്ച് വെറുപ്പിക്കുന്നില്ല. ഈ ഒരു 4 പ്രധാന ക്യാരക്ടേഴ്സാണ് സിനിമയിൽ ത്രൂ ഔട്ടും ഉള്ളത്. ആൻഡ് ഈ സിനിമ കൊറിയയിൽ ഇത്ര ഹിറ്റാവാൻ കാരണം ഇതിൻ്റെ സ്റ്റോറിയും മേക്കിങ്ങും കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഇതിനകത്ത് ഒരുപാട് കൊറിയൻ ഹിസ്റ്ററിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഹിസ്റ്ററിയും കൾച്ചറിനെയും കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കണക്റ്റായി കാണും സിനിമ. ഇതിനകത്ത് അഭിനയിച്ച ആക്ടേഴ്സൊക്കെ കിഡിലനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു പ്രധാന 4 ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്ത ആക്ടേഴ്സ് കിഡിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു എക്സെപ്ഷണൽ സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു വെറൈറ്റി ഹൊറർ ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മസ്റ്റ് വാച്ച് ഐറ്റമാണ്. തീർച്ചയായിട്ടും കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ടിപ്പിക്കൽ ഹൊറർ പടങ്ങളൊക്കെ കണ്ട് മടുത്തിരിക്കുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു എബവ് ആവറേജ് കൊറിയൻ ഹൊറർ ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് എക്സുമ ഫീൽ ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്